ശ്രീ വി എൻ അസ്കർ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ആദ്യമായി ലാത്തി കണ്ടതുകൊണ്ടാണ് ഞങ്ങളുടെ ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ആദ്യമായി ലാത്തി കണ്ട വനിതാ സഹപ്രവർത്തകർ കോഴിക്കോട് ഗവർണറെ കരിങ്കൊടി കാണിക്കാൻ പോയപ്പോൾ പൊട്ടിക്കരയുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. പക്ഷെ അത് യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും സമരത്തിലായിരുന്നില്ല ശ്രീ ഹസ്കർ, അത് SFIയുടെ സമരത്തിലായിരുന്നു. അന്ന് അവർ പൊട്ടിക്കരയുന്ന ആ വനിതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരയല്ലേ മോളൂസെ എന്ന് പറയാൻ കേരളത്തിലെ വനിതാ പോലീസ് ഉണ്ടായിരുന്നു. പക്ഷേ ശ്രീ ഹസ്കർ, കണ്ണൂരിൽ ഞങ്ങളുടെ സഹപ്രവർത്തകയുടെ മുടിയിൽ ചവിട്ടിപ്പിടിച്ച് അവിടെ കയറി റോഡിലൂടെ റിയ നാരായണൻ എന്ന് പറയുന്ന അഴീക്കോട് അസംബ്ലി ജനറൽ സെക്രട്ടറിയെ റോഡിലിട്ട് വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോഴും റിയയുടെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീര് വീണിട്ടില്ല ഹസ്കർ. അതുപോലെ തന്നെ ഇന്ന് ആലപ്പുഴയിൽ മേഘ എന്ന് പറയുന്ന പെൺകുട്ടി, മേഘയെ പോലുള്ള അരിതാ ബാബുവിനെ പോലുള്ള മുക്താരെ പോലെയുള്ള സ്നേഹയെ പോലുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ ആരും ലാത്തി കണ്ടപ്പോഴും നിങ്ങളുടെ തോക്ക് കണ്ടപ്പോഴും വിറച്ച് കണ്ണീര് പൂണ്ടവരല്ല, മറിച്ച് അതിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്തവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ആദ്യമായി ലാത്തി കണ്ടവരാണ് എന്നൊക്കെ ഹസ്കർ ഇവിടെ ഇരുന്നങ്ങ് പറഞ്ഞാൽ അതൊക്കെ അങ്ങ് AKG സെന്ററിൽ പോയി പറഞ്ഞാൽ മതി എന്നത് മാത്രമേ പറയാനുള്ളൂ. രണ്ടാമത്തെ കാര്യം, കെ കരുണാകരന്റെ പോലീസിനെ കുറിച്ച് പറയുന്നു. പ്രിയപ്പെട്ട ശ്രീ വേണു, നിങ്ങൾ ഓർക്കുന്നില്ലേ കരിങ്കാലി രമൺ ശ്രീവാസ്തവ? ആ കരിങ്കാലി രമൺ ശ്രീവാസ്തവയാണ് സർ ഇന്ന് പോലീസ് വകുപ്പിനെ ഉപദേശിക്കാനിരിക്കുന്നത്. എന്തിയെ ശ്രീ ഹസ്കർ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിമർശനത്തെ നിങ്ങൾ തന്നെ ശരിവെച്ചാൽ അപ്പോൾ ആ രമൺ ശ്രീവാസ്തവയാണോ നിങ്ങൾ പോലീസ് സേനയെ പുനരുദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവിടെ സേവനം അനുഷ്ഠിക്കാൻ കൊണ്ടുവച്ചിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ എത്രമാത്രം പ്രാകൃത ലോകത്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം. 90കളിലും 80കളിലും കുറേയധികം സമരങ്ങൾ നടന്നിട്ടുണ്ട് ശ്രീ ഹസ്കർ. ഇന്ന് കാലം മാറി, 2023 മുളയുടെ ലാത്തി പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് കേരളം മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ലാത്തി ഔദ്യോഗികമായി ഉപയോഗിക്കാൻ പറ്റാത്ത പോലീസ് ഗൺമാൻ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിന്റെ പുറകിൽ വലിയ മുളയുടെ കമ്പ് കൊണ്ടുവന്ന് യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. പ്രാകൃതമായ, നിങ്ങൾ പരിഷ്കൃതമായ ലോകത്തല്ല ഈ ഭരണം നടത്തുന്നത്, പ്രാകൃതമായ ലോകത്താണ്. ആ പ്രാകൃതമായ ലോകത്ത് നിങ്ങൾ മർദ്ദനമുറയെടുക്കുമ്പോൾ ആ മർദ്ദനമുറയ്ക്കെതിരെ ശക്തമായ പ്രതിരോധമാണ് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. ഇപ്പൊ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചേ, ആർഷോയ്ക്ക് ഒരു നീതി, SFIക്ക് മറ്റൊരു നീതി, നിള എന്ന് പറയുന്ന ആറന്മുളയിലെ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ച DYFIക്കാരന് ഒരു നീതി, വാളയാറിൽ ഒരു നീതി, വണ്ടിപ്പെരിയാറിൽ ഒരു നീതി, ചാലക്കുടിയിൽ ITIയിൽ വണ്ടി തല്ലി തകർത്ത SFIക്കാരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയ ഏരിയ സെക്രട്ടറിക്ക് ഒരു നീതി. പക്ഷേ ഇവിടെ മറുഭാഗത്ത് എന്താണ്? ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിന് മറ്റൊരു നീതി, MP പ്രവീണിന് മറ്റൊരു നീതി, റിയ നാരായണന് മറ്റൊരു നീതി, പഴയങ്ങാടി മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ നവകേരള സദസ്സിന് സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് മറ്റൊരു രീതി. അജിമോൻ എന്ന് പറയുന്ന ഹസ്കർ, മനുഷ്യത്വത്തിന്റെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ തള്ളിപ്പറയണം. അജിമോൻ എന്ന് പറയുന്ന മുട്ടിന് താഴെ ചലനമില്ലാത്ത, മുട്ടിന് താഴെ വളർച്ചയില്ലാത്ത യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹി ഒരു കരിങ്കൊടി കാണിച്ചിട്ട് DYFIക്കാരൻ പുറകെ നിന്ന് ചവിട്ടിയിട്ട് അവനെതിരെ ഒരു സംഘടനാപരമായ നടപടിയെടുക്കാൻ പറ്റാത്ത നിങ്ങൾ ഏത് പ്രാകൃത ലോകത്താണ് ശ്രീ ഹസ്കർ ജീവിക്കുന്നത്? നിങ്ങളുടെ ഈ പോലീസ് ഉണ്ടല്ലോ, DYFI SFI പോലെ ആഭ്യന്തര വിലാസ സംഘടനയായി മാറിയിരിക്കുകയാണ്. ഗുഡ് സർവീസ് സെന്ററിക്ക് വേണ്ടിയുള്ള മത്സരമാണ് പോലീസ് നടത്തുന്നത്. ഏറ്റവും കൂടുതൽ യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിക്കുന്നവന് ഗുഡ് സർവീസ് സെന്റർ കൊടുക്കും. അതിനുവേണ്ടിയുള്ള മത്സരമാണ് കേരളത്തിലെ പോലീസ് നടത്തുന്നത്. ഇന്നിപ്പോ പ്രവീണിനെ, ഇപ്പോ വേണുവാദ്യം ചൂണ്ടിക്കാണിച്ചില്ലേ, പ്രവീണിനെ വലിച്ചകത്തേറ്റിട്ട് മനഃപൂർവ്വമായി അടിച്ചു മർദ്ദിക്കാൻ നേതൃത്വം കൊടുക്കുന്ന ആ പോലീസുകാരൻ ഉണ്ടല്ലോ, DYFIയുടെ വേഷമണിഞ്ഞ പോലീസുകാരൻ, കാക്കി അണിഞ്ഞ DYFIക്കാരൻ, അവരുൾപ്പെടെയുള്ളവർ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഇതിനെതിരെ കൃത്യമായ നടപടി. ഇവനൊന്നും പെൻഷൻ മേടിക്കാൻ പോകുന്നില്ല വേണു, ഇവനൊന്നും കേരളത്തിന്റെ ചരിത്രത്തിൽ പെൻഷൻ എന്നതുകൊണ്ട് വീട്ടിൽ ചോറ് വെക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഈ പോലീസുകാരനൊക്കെ മനസ്സിലാക്കിക്കോ. ശ്രീ VD സതീശൻ പുറത്തും അകത്തും, അതായത് നിയമസഭയുടെ അകത്തും പുറത്തും, അത് സമരവീതികളിൽ പോലും ഇറങ്ങി വന്ന് യൂത്ത് കോൺഗ്രസിന് വേണ്ടി
കൃത്യമായി പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സമരമുഖത്ത് ഏറ്റവും ആദ്യമായി ഒരു നേതാവ് വന്ന് ഞങ്ങൾ അടിച്ചാൽ തിരിച്ചടിക്കും എന്ന് പറഞ്ഞ ശ്രീ വി ഡി സതീശനാണ്. അത് പറഞ്ഞിട്ട് അദ്ദേഹം വീട്ടിൽ പോയില്ല. അദ്ദേഹം അവിടെ നിന്ന് വനിതാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തവരെ അദ്ദേഹം ഇറക്കിക്കൊണ്ടുവന്ന് DCC ഓഫീസിലേക്ക് പോലീസ് കയറാൻ ചെന്നപ്പോൾ ആ DCC ഓഫീസിന്റെ മുന്നിൽ പോയി നിന്ന് സംരക്ഷണം തീർത്ത നേതാവാണ്. അതുകൊണ്ട് ശ്രീ വി ഡി സതീശനോ ശ്രീ കെ സുധാകരനോ ശ്രീ രമേശ് ചെന്നിത്തലയോ ശ്രീ KC വേണുഗോപാലോ അടക്കമുള്ള കോൺഗ്രസ്സുകാർ ആരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞങ്ങളെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ള നിങ്ങളുടെ ശരിയാണ്. ഒരു സംശയവുമില്ല. അന്നത്തെ ദിവസം ഡിസംബർ 20-ാം തീയതിയിലെ വി ഡി സതീശന്റെ എല്ലാ പ്രവൃത്തികളും അതിശക്തം തന്നെയാണ്. പക്ഷേ ആ ശക്തി ചോർന്നോ എന്ന ചോദ്യം ഉയരുന്നത് തുടർ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് സ്വാഭാവികവും. ശ്രീ BN ഹസ്കറൊക്കെ ഈ വന്ന് ഈ റിവിഷനിസ്റ്റിൻ്റെ അപ്പുറം ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഉണ്ടോ അതായി മാറാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. കേരളത്തിലെ കോൺഗ്രസിനും KSUവിനും യൂത്ത് കോൺഗ്രസിനും സമര ചരിത്രമില്ല എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്ന് വേണു, ഈ കേരളത്തിൻ്റെ ചരിത്രം അറിയാവുന്ന ആരെങ്കിലും ഇത് വിശ്വസിക്കുമോ? ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കിയ വിദ്യാർത്ഥി പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും കുറിച്ചാണോ പറയുന്നത് നിങ്ങൾ? ഒരെണ്ണ സമരം ഇപ്പോൾ BN ഹസ്കർക്ക് 90-ൽ കോളേജിൽ പോയപ്പോൾ ₹1 ST കൊടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഹസ്കറെ, അതൊന്നും SFIക്കാരനെയും കമ്മ്യൂണിസ്റ്റുകാരനെയും സമരത്തിൻ്റെ കുണം കൊണ്ടായിരുന്നില്ല. AK ആന്റണിയും വയലാർ രവിയും പണ്ട് ഒരെണ്ണ സമരം എന്ന പേരിൽ ബോട്ട് പിടിച്ചിട്ട് അതിനെ തുടർന്ന് ബസ്സിലും മറ്റിടങ്ങളിലും വന്ന ST അതുപോലെയുള്ള നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ അനുഭവമാണ് ഹസ്കർ ഉൾപ്പെടെയുള്ളവർ അനുഭവിച്ചത്. അങ്ങനെ എത്രയെത്ര സമരങ്ങൾ. ഇപ്പോൾ ഹസ്കർ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ SFIക്കാരൊക്കെ സെനറ്റിലും സിൻഡിക്കേറ്റിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഹസ്കറെ, അതൊക്കെ KSU നടത്തിയ സമരത്തിൻ്റെ പിന്മുറയായിട്ടാണ് സെനറ്റും സിൻഡിക്കേറ്റും രൂപീകരിച്ചത്. കോളേജ് യൂണിയനിൽ SFI ജയിച്ചു വരുന്നുണ്ടെങ്കിൽ ഹസ്കറെ, കോളേജ് യൂണിയൻ ഉണ്ടാക്കിയതും KSUവിൻ്റെ ശ്രമഫലമായിട്ടാണ്. ഇങ്ങനെ കേരളത്തിൽ ഡിറ്റൻഷൻ സമരം നടത്തിയ KSU, അതുപോലെ തന്നെ ഫീസ് ഏകീകരണ സമരം നടത്തിയ KSUവും യൂത്ത് കോൺഗ്രസും. എന്തിന് ബാങ്ക് ദേശസാൽക്കരിക്കണമെന്ന് ആദ്യമായി ഈ രാജ്യത്ത് ഒരു യുവജന സംഘടന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രമേയമായി ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ ചെന്നപ്പോഴാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ, കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സമര ചരിത്രം അറിയില്ല എന്തൊക്കെ പറഞ്ഞാൽ താങ്കളേതോ നിരക്ഷരരുടെ ലോകത്ത് മാത്രമാണ് ജീവിക്കുന്നത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പിന്നെ ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ കോസ് ഇല്ല പോലും. പ്രിയപ്പെട്ട വേണു, ഈ സംസ്ഥാനത്ത് ഇന്നൊരു സമരം ചെയ്യാൻ കോസ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഏതാനും ചില വ്യക്തികൾ മാത്രമേ ഉള്ളൂ. അത് പിണറായി. നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സമരം എന്താണ്? രാഹുലിനെ പിടിച്ചകത്തിട്ടത് അതെങ്ങനെയാണ് ഒരു സമര കാരണമാവുക? അല്ല, തീർച്ചയായിട്ടും അതെന്തുകൊണ്ട് സമരകാരണമാകുന്നില്ല വേണു? അതല്ലേ അവിടുത്തെ പ്രശ്നം. ഇപ്പം ഞങ്ങൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിനെതിരെ നടന്ന വലിയ അക്രമം, ആ അക്രമത്തിനെതിരായിട്ടാണ് ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. സെക്രട്ടേറിയറ്റ് മാർച്ച് കഴിഞ്ഞു, 40 പ്രവർത്തകർ ജയിലിൽ പോയി, 22 പ്രവർത്തകർ അതിദാരുണമായി അവർ ഹോസ്പിറ്റലൈസ് ചെയ്തു. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് നിങ്ങളുടെ ഒന്നും ഒരു ഔദാര്യവും വേണ്ട ശ്രീ ഹസ്കറെ. അദ്ദേഹം വേണമെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറാ, ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാ, ഞാൻ ആ കേസിലെ പ്രതിയാ, ഞാനും ജയിലിൽ പോകാൻ തയ്യാറാ. ഞങ്ങൾക്കൊന്നും നിങ്ങളുടെ ഒരു ഔദാര്യവും വേണ്ടാന്നേ. പക്ഷേ നിങ്ങൾ എടുക്കുന്ന നയങ്ങളുണ്ട്. എന്താണ്? 20 ദിവസം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുണ്ടായിരുന്ന ഒരു വ്യക്തി കലോത്സവ വേദിയിൽ ഞാനും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ മാത്രമല്ല അഭിനയൊന്നും തോന്നുന്നത് എനിക്ക് വേഗം ഇടവേളയ്ക്ക് കൂടി 2 അതിഥികളിൽ കൂടെ പോകേണ്ടതുകൊണ്ട് സഹകരിക്കണം എന്ന് മാത്രമല്ല, പരമപ്രധാനമായ ഒരു കാര്യം, ഇവർ ഏറ്റവും വലിയ കുഴപ്പമായി പറയുന്ന വ്യാജരേഖാ വിവാദമുണ്ടല്ലോ, അതിൽ നോട്ടീസ് കൊടുത്തു. ഷോർട്ട് നോട്ടീസിലാണ് വന്നയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ മാങ്കൂട്ടത്തിന്റെ ഇത്തരം കാര്യങ്ങളുള്ള സമീപനം എന്താണ് എന്നത് വ്യക്തവുമാണ്. പുലർച്ചെ പോയി റെയ്ഡ് ചെയ്ത് പിടിച്ചുകൊണ്ടുവരേണ്ട ആളല്ല. അത് പ്രശ്നം തന്നെയാണ് ഹസ്കറെ. ഇനി എന്തൊക്കെ ശൂരനാട് അനുഭവം പറഞ്ഞാലും ഈ ശൗര്യം എന്ന് പറയുന്നത് പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി മാത്രമുള്ളതാണ്.